കേന്ദ്രത്തോട് ഏറ്റുമുട്ടാനുള്ള നട്ടല്ലില്ലെങ്കിൽ ആ വയോധികനായ ശിവൻകുട്ടിയെ ഈ PM ശ്രീ ഒപ്പിട്ട സമയത്ത് പരിഹസിച്ചതിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് മാപ്പ് പറയാനെങ്കിലുമാണ് ഈ കോൺഗ്രസ്സുകാരും UDFകാരും തയ്യാറാവേണ്ടത്. കാരണം നമുക്കിതറിയാം, ഇത് വലിയ കാര്യമൊന്നുമില്ല. 60-40 എന്ന അനുപാതത്തിൽ ഫണ്ട് കിട്ടുന്ന ഒരു പദ്ധതി മാത്രമാണ്. അത് സർക്കാരിലേക്ക് നേരിട്ടല്ല, സ്കൂളുകളുടെ നവീകരണത്തിനാണ് ഈ ഫണ്ട് പോകുന്നത്. പകരം കേന്ദ്രം എന്താണ് ചെയ്തത്? ഇതിലൂടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന സംഘപരിവാർ വൽക്കരിക്കപ്പെട്ട കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതിനെതിരായ പോരാട്ടം കൂടി നടത്തിയിട്ടാണ് ഈ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. ഈ പറഞ്ഞ വാക്കുകളെ ജനം ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് ഈ UDF സർക്കാരിന് വോട്ട് ചെയ്തത് എന്ന കാര്യമെങ്കിലും മനസ്സിലാക്കി നിലപാട് പറയുമ്പോൾ അത് ചങ്കുറപ്പോടുകൂടി പറയണം. അല്ലാതെ UDFൽ ചർച്ച ചെയ്തിട്ട് പിന്നീട് നിലപാട് പറയാം എന്നതിലേക്കല്ല വിദ്യാഭ്യാസ മന്ത്രി പോകേണ്ടത്.